പിന്നെ ഈ വഖഫ് മന്ത്രി പറയുന്ന കാര്യം, എൻ്റെ പൊന്നു വഖഫ് മന്ത്രി, നിങ്ങൾ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ നോക്കരുത്. രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കരുത്, വർഗീയ കലാപം സൃഷ്ടിക്കരുത്. ഞങ്ങളുടെ പേരിൽ 6 മാസമായിട്ടും ഞങ്ങൾ ഒരു പ്രശ്നത്തിന് പോകാതെ നിൽക്കുകയാണ്. മുതലെടുക്കരുത്. നിങ്ങൾ പറയുന്നു BJP മുതലെടുക്കുന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിവിടെ കേരളത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈകോർക്കുകയാണോ എന്നൊരു സംശയം സാധാരണക്കാരിയായി എനിക്ക് തോന്നി തുടങ്ങി. വർഗീയ കലാപം നാട്ടിലുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൈകോർക്കുകയാണോ എന്നൊരു സംശയം സാധാരണക്കാരായ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. അതിനുള്ള പാലം നിങ്ങൾ മുനമ്പത്തേക്ക് ഇടണ്ട. കാരണം മുനമ്പം ജനത അത്തരക്കാരല്ല. മുനമ്പം ജനത മുസ്ലിം സമുദായത്തെ മാനിക്കുന്നു, ആ നിയമത്തെ എതിർക്കുന്നു. BJP-ക്കാർ ഇന്നലെ വരെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഒരു BJP നേതാവ് വരെ ഞങ്ങളുടെ പാർട്ടിയിൽ വരണം, ഞങ്ങൾ സഹായിക്കാം എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങളോട് കൂടെ വരികയും ഈ വകുപ്പ് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ നേരത്ത് അതിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും BJP-ക്കാരാകണം, മുസ്ലിങ്ങളെ എതിർക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP വലിയ തരത്തിലുള്ള വർഗീയ ശ്രമമാണ് ഇവിടെ, അല്ലെങ്കിൽ വർഗീയ ചേരിതിരിവ് നടത്താനായിട്ട് ശ്രമിക്കുന്നെന്ന് വഖഫ് മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുനമ്പത്തെ സമരത്തിന് വലിയ തരത്തിൽ പിന്തുണ കൊടുത്തുകൊണ്ട് നേതൃത്വം നൽകുന്ന കുറച്ച് ആളുകളുണ്ട്. അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. ചേച്ചി, ഇപ്പോൾ ഈ നമ്മുടെ കേരളത്തിന്റെ വഖഫ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത് എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ശുദ്ധ മണ്ടത്തരമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ വഖഫ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഭരണത്തിന്റെ പാർട്ടി തന്നെയല്ലേ, അല്ലേ? ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നവരാ. ഈ പറയുന്ന കാര്യം, അതായത് വർഗീയത പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന പാർട്ടികളായിട്ട് ഇവരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ പ്രശ്നം, തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രശ്നം, അത് നോക്കി അവർക്ക് വേണ്ട സാന്ത്വന വാക്കുകൾ പറഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു പാർട്ടി നമ്മുടെ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾ നേരത്തെ മുതൽ പറയുന്ന ഒരു കാര്യം, ഞങ്ങളൊരു മതത്തിനും എതിരല്ല. ഞങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ആ ആക്ടിന് എതിരെയാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിന് ഞങ്ങൾ എതിരല്ല. ഞങ്ങൾ നടത്തിയ ഏതെങ്കിലും പ്രസ്താവനയിൽ, ഇത്രയും നാളായി 6 മാസം കഴിഞ്ഞു, ഞങ്ങൾ നടത്തിയ ഏതെങ്കിലും പ്രസ്താവനയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു മതത്തിനെ അവഹേളിച്ച് ഞങ്ങൾ ആരും തന്നെ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്കെല്ലാം മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ അവരോടൊക്കെ നല്ല സൗഹൃദത്തിൽ പോവുകയാണ്. ഇവിടെ എത്ര മുസ്ലിം സഹോദരങ്ങൾ വന്നു, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വന്നു. എന്തിന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നപ്പോൾ വരുവിൻ സഹോദരരെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ഷണിച്ചു കയറ്റിയ ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾ മതത്തിനെതിരല്ല. പിന്നെ ഈ കത്തോലിക്കരും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് ഇത് പറയുന്നത് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കൂടുതൽ പറഞ്ഞിരുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഇപ്പോൾ ഇവരും പറഞ്ഞ് പിന്നെയും തുടങ്ങിയിരിക്കുകയാണ് ഇത് 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന്. എൻ്റെ കേരളം ഭരിക്കുന്ന പാർട്ടികളും നമ്മുടെ പ്രതിപക്ഷവും അറിയാൻ, ഇത് ക്രൈസ്തവരും മുസ്ലിമും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. ഇവിടെ ക്രൈസ്തവർ മാത്രമല്ല ഉള്ളത്, നമ്മുടെ ഹൈന്ദവരുണ്ട്. അതെന്താ ഇവർ പറയാത്തത്? ഹൈന്ദവ സഹോദരങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളുടെ സമരപ്പന്തലിൽ അവരുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മതസമൂഹത്തിനും എതിരല്ല. ഞങ്ങളിപ്പോഴും പറയുന്നത് ആ ഒരു നിയമമാണ് ഞങ്ങളെ ഊരാക്കുടുക്കിൽപ്പെടുത്തിയത്. ആ ഒരു നിയമത്തിന് നേരെയാണ് ഞങ്ങളെല്ലാം പറഞ്ഞത്. പിന്നെ ഈ വഖഫ് മന്ത്രി പറയുന്ന കാര്യം, എൻ്റെ പൊന്നു വഖഫ് മന്ത്രി, നിങ്ങൾ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ നോക്കരുത്. രാജ്യത്ത് വർഗീയത സൃഷ്ടിക്കരുത്, വർഗീയ കലാപം സൃഷ്ടിക്കരുത്. ഞങ്ങളുടെ പേരിൽ 6 മാസമായിട്ടും ഞങ്ങൾ ഒരു പ്രശ്നത്തിന് പോകാതെ നിൽക്കുകയാണ്. മുതലെടുക്കരുത്. നിങ്ങൾ പറയുന്നു BJP മുതലെടുക്കുന്ന പാർട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിവിടെ കേരളത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൈകോർക്കുകയാണോ എന്നൊരു സംശയം സാധാരണക്കാരിയായി എനിക്ക് തോന്നി തുടങ്ങി. വർഗീയ കലാപം നാട്ടിലുണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൈകോർക്കുകയാണോ എന്നൊരു സംശയം സാധാരണക്കാരായ ഞങ്ങൾക്ക് തോന്നി തുടങ്ങി. അതിനുള്ള പാലം നിങ്ങൾ മുനമ്പത്തേക്ക് ഇടണ്ട. കാരണം മുനമ്പം ജനത അത്തരക്കാരല്ല. മുനമ്പം ജനത മുസ്ലിം സമുദായത്തെ മാനിക്കുന്നു, ആ നിയമത്തെ എതിർക്കുന്നു. ചേച്ചി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPM-ന്റെ ദേശീയ സമ്മേളനമാണ് നടന്നത്. അതിൽ പാലസ്തീന് പിന്തുണ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതേ CPM-ന്റെ നേതാക്കന്മാരെല്ലാവരും വലിയ രീതിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഐക്യദാർഢ്യം മുൻപത്തെ ജനങ്ങൾക്ക് അവർ തരാത്തത് എന്താണ്? കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണത്. തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഞങ്ങൾക്ക് ഏറ്റവും എതിർപ്പ് അവരോട് തോന്നി തുടങ്ങിയത് ഒരു പ്രാദേശിക നേതാവ് പോലും
ഇത്രയും 175 ദിവസമായി, 6 മാസം കഴിഞ്ഞു. സ്ഥലത്തെ ഒരു പ്രാദേശിക നേതാവ് പോലും ഞങ്ങളുടെ സമരപന്തലിലോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ആ പാർട്ടിക്ക് തന്നെ മാനക്കേടാണ് നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ രാജിവെച്ച് പോകണം, അത് ഞാൻ പറയുന്നുള്ളൂ. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയായ ഒരു പാർട്ടി ഞങ്ങളെ സഹായിക്കാൻ വരുന്നില്ല, ഒരു പ്രാദേശിക നേതാവ് വരുന്നില്ല. നിങ്ങൾക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. CPM-ന്റെ പഞ്ചായത്താണത്, അവരാണ് ഭരിക്കുന്നത്. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് 6 മാസമായിട്ടും അവരുടെ വാർഡിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് രാജിവെച്ച് പോകണം. ഇവരൊക്കെ ഒന്നും നാടിന്റെ നന്മ ആഗ്രഹിക്കുന്നവരല്ല, അവർക്കൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യാൻ നോക്കുന്നവരാണ്. മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന പുച്ഛിച്ച് തള്ളണല്ലേ? പുച്ഛിച്ച് ഞങ്ങൾ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. BJP ഇതിന് ഈ വർഗീയ ചേരിതിരിവിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പറയുന്നത്. ഞങ്ങളിവിടെ അതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്കിടയിലായിട്ട് വർഗീയത പറഞ്ഞു വന്നത്, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിലേക്ക് വർഗീയത പറഞ്ഞു വന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ നടത്തിയ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വർഗീയത നടക്കുന്നു എന്ന് ആദ്യം പറഞ്ഞ വ്യക്തി പ്രതിപക്ഷ നേതാവാണ് ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ വർഗീയ ചേരിതിരിവ് നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഇവിടെ ഒരു വർഗീയ ചേരിതിരിവും നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് മുനമ്പം ചെറുതേക്ക് എന്താണ് കോൺഗ്രസിനോട് ഇത്ര വൈരാഗ്യം എന്ന്. ഞങ്ങൾ ഇത്രയും പ്രശ്നത്തിലായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് വന്ന് പറഞ്ഞ ഒരേ ഒരു വാക്കാണ്, എന്താണെന്നറിയാമോ? ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളിവിടെ നിൽക്കും, 1.5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന്. 3.5 വർഷം ഞങ്ങൾ അനുഭവിച്ചത് പോരാതെ 1.5 വർഷവും കൂടി ഞങ്ങൾ നിൽക്കണമെന്ന് പറയുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് കോൺഗ്രസിനെ ഇത്രയും വെറുക്കാനായിട്ട് മുനമ്പം ജനതയെ പ്രേരിപ്പിച്ചത്. ചേട്ടാ, ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം അവർ പല രീതിയിൽ തന്നെ ഈ വഖഫ് വിഷയത്തിൽ അനുകൂലിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഒന്ന് വഖഫ് മന്ത്രി ഇന്ന് പറഞ്ഞത് ഇവിടെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, തമ്മിത്തല്ലിക്കാനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പച്ചക്ക് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം? അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സമരം ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്ത് ഞങ്ങളുടെ കൂടെ MLA നടന്ന് ഞങ്ങളെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു 2.5 കൊല്ലത്തോളം ഞങ്ങൾ MLA-യുടെ കൂടെ നടന്നു. അപ്പോൾ അങ്ങനെ ഈ MLA-യുടെ ശ്രമഫലമായിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് കരമടക്കാനുള്ള ഒരു അവസരം കിട്ടി. ഈ കരമടക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ MLA KPM മജീദ് നിയമസഭയിൽ ഇതിനെക്കുറിച്ച് സബ്മിഷൻ ഉന്നയിക്കുകയും അതിന് മറുപടിയായിട്ട് ഈ വഖഫിൻ്റെ മന്ത്രി, അതായത് ന്യൂനപക്ഷ മന്ത്രി, ഞങ്ങളുടെയും കൂടി ഇതിൻ്റെ മന്ത്രിയായ ഈ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞത് ഇത് വഖഫിൻ്റെ ഭൂമിയാണെങ്കിൽ അവിടുന്ന് എല്ലാവരെയും ഞങ്ങൾ കുടി ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അന്ന് മുതൽ തന്നെ ഈ അദ്ദേഹം ഞങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ആ രീതിയിൽ തന്നെ സംസാരിക്കുള്ളൂ. അത് ഇനി അദ്ദേഹം ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് 100% എന്തെല്ലാം അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കും. പക്ഷെ ഞങ്ങളുടെ കൂടെ ദൈവം ഉള്ളതിൻ്റെ പേരിൽ, ഈ മാതാവ് ഉള്ളതിൻ്റെ പേരിൽ, ഞങ്ങൾക്കിപ്പോൾ മോദി ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നീതി ലഭിച്ചതിൻ്റെ പേരിൽ ഇവിടുന്ന് ഞങ്ങളെ ഒഴിപ്പിക്കാനായിട്ട് ഒരു കാരണവശാലും ഈ അബ്ദുറഹിമാനെ കൊണ്ട, അല്ലെങ്കിൽ പിണറായി വിജയനെ കൊണ്ട, അല്ലെങ്കിൽ ഈ സതീശനെ കൊണ്ട നടക്കുകയില്ല. BJPക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? BJPക്കാർ ഇന്നലെ വരെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഒരു BJP നേതാവ് വരെ ഞങ്ങളുടെ പാർട്ടിയിൽ വരണം, ഞങ്ങൾ സഹായിക്കാം എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങളോട് കൂടെ വരികയും ഈ വഖഫ് അമെൻമെൻറ്റ് കൊണ്ടുവരാൻ നേരത്ത് അതിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും BJPക്കാരാകണം, മുസ്ലിങ്ങളെ എതിർക്കണമെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇഷ്ടംമാരെ ആൾക്കാർ ഇതിപ്പോൾ മനമ്പോണ് ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പറവൂര്, ആലുവ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള പല മുസ്ലിം പണ്ഡിതന്മാർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവർക്കും ഇത് അറിയാം, ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ഞങ്ങൾ വില കൊടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏതാനും ചില ഈ വർഗീയത മാത്രം ചിന്തിക്കണ ഈ അബ്ദുറഹിമാനെ പോലെയുള്ള ആൾ, അല്ലെങ്കിൽ ഈ സാദിഖ് അലി തങ്ങൾ, ഇപ്പോൾ പുണ്യാളനായിട്ട് ശ്രമിക്കണ സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, ഈ KM ഷാജി, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയണത്. അല്ലാത്ത ഒരുത്തനും ബോധമുള്ളവനും ഇതിനെപ്പറ്റി പഠിച്ചവനും ഒരാൾ പോലും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയില്ല. ഈ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുള്ളൂ. ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയിട്ടാണ്. അത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമാണ് മുസ്ലിം ലീഗ്, പറഞ്ഞ മനസ്സിലായ. അപ്പോൾ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കക്ഷികളും, അതായത് LDF-ഉം UDF-ഉം അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ പഠിക്കാൻ പോയി കിടന്ന് എല്ല് കിട്ടാൻ വേണ്ടി കടിപിടി കൂടണ പട്ടികളെ പോലെ കിടന്ന് കടിപിടി കൂടിയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും.